ഇനി നമ്മൾ പോകുന്നത് നിലമ്പൂർ പോരിലേക്കാണ്. അവിടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ സജീവമായി നടക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് നമുക്കറിയാം എല്ലാ ചർച്ചകളും ഇങ്ങനെ PV അൻവറിൽ നിൽക്കുന്നത്. നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ മുൻ MLA PV അൻവർ UDF മുന്നണിയുമായി സഹകരിക്കുന്നതിൽ ചർച്ചകൾ തുടരുകയാണ്. ഇന്ന് ചേരുന്ന UDF നേതൃയോഗത്തിലും ഇക്കാര്യം ചർച്ച ചെയ്യും. മുന്നണി പ്രവേശന വിഷയത്തിലും ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയതിലും ഇടഞ്ഞു നിൽക്കുന്ന PV അൻവർ തൃണമൂൽ കോൺഗ്രസിന്റെ ഭാഗമായി മത്സരിക്കാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട്. തൃണമൂൽ നേതൃത്വത്തെ PV അൻവർ മത്സരിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് മഞ്ചേരിയിൽ ചേരുന്ന പാർട്ടിയുടെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യും. മുന്നണി പ്രവേശനത്തിന് മുസ്ലിം ലീഗിനെ അടക്കം കൂട്ടുപിടിച്ചെങ്കിലും അൻവറിന്റെ തന്ത്രങ്ങളൊക്കെ പാളുകയായിരുന്നു. LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനകം ഉണ്ടാകും. NDAയും നേതൃയോഗത്തിന് ശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തീരുമാനമുണ്ടാകും. ശിവദാസ് കന്മനം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശിവദാസ്, വളരെ വിശദമായി നോക്കിയാൽ ഏറ്റവും പ്രധാനപ്പെട്ട ഈ PV അൻവർ ഇപ്പോൾ ഇടഞ്ഞു നിൽക്കുന്നതാണ്. അത് മുന്നണി പ്രവേശനമാണോ അൻവറിന് വേണ്ടത്, സ്ഥാനാർത്ഥിത്വമാണോ വേണ്ടത്? ഇക്കാര്യത്തിൽ തൃണമൂലിന്റെ യോഗവും UDF യോഗവും ഒക്കെ നിർണായകമാണ്. എന്തൊക്കെയാണ് ക്യാമ്പുകളിൽ നിന്ന് ഉയരുന്നത്? വീണ, PV അൻവർ ഇപ്പോഴും പെരുവഴിയിൽ തന്നെയാണ്. കാരണം LDF മുന്നണി വിട്ട് UDF മുന്നണിയിലേക്ക് എടുത്തതുമില്ല. ഇപ്പോൾ PV അൻവർ അതിനുവേണ്ടി കിടഞ്ഞു ശ്രമിക്കുന്നുണ്ട്. നിരവധി നേതാക്കളെ കണ്ടു, പക്ഷേ അതൊന്നും തന്നെ ഫലവത്തായില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും PV അൻവർ പെരുവഴിയിൽ തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ അൻവർ രാജിവെച്ച അതേ ഒഴിവിലേക്ക് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് കൂടി വന്നിരിക്കുന്ന തീയതി അടക്കം കൃത്യമായി തന്നെ പ്രഖ്യാപിച്ചു. UDF സ്ഥാനാർത്ഥിയായും പ്രഖ്യാപിച്ചു. പക്ഷേ ഇപ്പോഴും PV അൻവറിനെ മുന്നണിയിൽ എടുത്തിട്ടില്ല. കാരണം ചില നേതാക്കളുടെ എതിർപ്പ് തന്നെയാണ് ഇതിന് പ്രധാന കാരണം. പ്രത്യേകിച്ച് VD സതീശൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ PV അൻവറിനെ എതിർക്കുന്നുണ്ട്. മുന്നണി പ്രവേശനത്തിന് എതിർപ്പായി നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് തടസ്സമായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ PV അൻവറിന്റെ മുന്നണി പ്രവേശനം ഇപ്പോഴും അത് സ്ഥാനത്തായി നിൽക്കുന്നത്. PV അൻവർ പല രീതിയിലും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ PV അൻവർ മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൃണമൂലിന്റെ ഭാഗമായി PV അൻവർ മത്സരിക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. കാരണം PV അൻവർ അത്തരത്തിൽ മത്സരിക്കാനുള്ള സന്നദ്ധത തൃണമൂൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ തൃണമൂൽ നേതൃത്വം പച്ചക്കൊടി കാണിക്കുകയാണെങ്കിൽ PV അൻവർ മത്സരിക്കാനുള്ള സാധ്യതയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും PV അൻവർ UDF മുന്നണി പ്രവേശനത്തിൽ ഇപ്പോൾ നേതാക്കളുടെ എതിർപ്പ് കാരണം മുന്നണി പ്രവേശനം അസാധ്യമായ ഒരു സമയം കൂടിയാണ്. മുസ്ലിം ലീഗ് വഴി അടക്കം അദ്ദേഹം ചരട് വലിച്ചെങ്കിലും അതെല്ലാം തന്നെ അസ്ഥാനത്തായി. ഒടുവിൽ ഇനി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് PV അൻവർ ഉള്ളത്. UDFന്റെ പ്രചാരണ പ്രവർത്തനം ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര്യടൻ ഷൗക്കത്താണ് UDFന്റെ സ്ഥാനാർത്ഥി. ഇപ്പോൾ പ്രചാരണവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആര്യടൻ ഷൗക്കത്തിനെ അംഗീകരിക്കില്ല എന്ന അദ്ദേഹം PV അൻവർ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ ഇതൊന്നും തന്നെ, ഈ വാക്കുകളൊന്നും ചെവിക്കൊള്ളാതെയാണ് ആര്യടൻ ഷൗക്കത്തിനെ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും UDF മുന്നണിയിലും ഒരു കല്ലുകടി അൻവറിൻ്റെ പ്രവേശനവുമായി ബന്ധപ്പെട്ടും അൻവറിൻ്റെ നിലപാടുകൾക്കെതിരെയുമുള്ള വിഷയത്തിലും എല്ലാം തന്നെ ഒരു കല്ലുകടി നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അൻവറിൻ്റെ രാഷ്ട്രീയ ഭാവി കൂടി ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവി തന്നെ അനിശ്ചിതത്വത്തിലായി എന്ന് തന്നെ നമുക്ക് കൃത്യമായി തന്നെ പറയാൻ കഴിയും. ഇന്ന് തൃണമൂൽ കോൺഗ്രസിൻ്റെ സെക്രട്ടേറിയറ്റ് യോഗം മഞ്ചേരിയിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം കൃത്യമായി തന്നെ തൃണമൂൽ കോൺഗ്രസ് ഒരു നിലപാട് പറയും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വീണ, ഓക്കെ, ശരി ശിവദാസ്. അതേസമയം MV ഗോവിന്ദൻ അൻവറിനെ യൂദാസ് എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്. അൻവർ കാണിച്ചത് യൂദാസിന്റെ പണിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിലമ്പൂരിലെ സ്ഥാനാർത്ഥി നാളെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ പാർട്ടി ചിഹ്നത്തിലായിരിക്കുമെന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോഴും വ്യക്തതയില്ലാതെ അദ്ദേഹം പ്രഖ്യാപനം വരുമ്പോൾ അറിയാം എന്ന് പറയുന്നുണ്ട്. അതേസമയം NDA നേതൃയോഗവും ചേർന്ന് വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി നിർണയവുമായി മുന്നോട്ട് പോവുകയുമാണ്.